രാഹുലിനെതിരെ മൂന്നാമതും പരാതി വന്നപ്പോൾ അതിൽ കൃത്യമായി രാഹുൽ എന്തൊക്കെയാണ് ചെയ്തത് ആ പെൺകുട്ടിയോട്, അല്ലെങ്കിൽ അതിജീവിതയെ എത്രത്തോളം ക്രൂരമായാണ് ഉപദ്രവിച്ചിരുന്നത് എന്നുള്ളതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടി എടുത്ത ചില മുൻകരുതലുകൾ, അല്ലെങ്കിൽ ഈ പെൺകുട്ടി എടുത്ത ചില കാര്യങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ അതിൽ ചില പോയിന്റുകളിൽ സംശയം നെടലിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് പെൺകുട്ടി ഭ്രൂണം സൂക്ഷിച്ചു വെച്ചിരുന്നു എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും ഇത് രാഹുലിനെ കൊടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവസരം വരുമെന്ന് കാത്തിരുന്നത് പോലെയല്ലേ നമുക്ക് തോന്നുന്നത്? ഒരിക്കലുമല്ല. ആ പെൺകുട്ടി പറയുന്നുണ്ട് ഗർഭിണിയാണ് എന്ന് അയാളെ അറിയിക്കുമ്പോൾ അയാൾ എന്നെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നതെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരാളെ പ്രണയിക്കുന്നു, അയാളുമായി പ്രണയത്തിന്റെ പുറത്ത് ഒരു ബന്ധമുണ്ടാകുന്നു, എന്നിട്ട് ഗർഭിണിയാണെന്ന് അറിയിക്കുമ്പോൾ കംപ്ലീറ്റ്ലി ഡംപ് ചെയ്ത് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, ബ്ലോക്ക് ചെയ്ത് പോകുന്ന സിറ്റുവേഷൻ. ആ സിറ്റുവേഷനിൽ എന്താണ് ചെയ്യുക, എന്താണ് തോന്നുക? എന്നെ പറ്റിച്ചു, എന്നെ വഞ്ചിച്ചു എന്നൊരു തോന്നലുണ്ടാകുന്നു. ആ കുട്ടി ഹോസ്പിറ്റലിൽ നിന്നാണ് അബോർഷൻ ചെയ്തതെന്നാണ് അറിയാൻ സാധിച്ചത്. ഇതൊന്നും സ്ഥിരീകരിച്ച റിപ്പോർട്ടുകളല്ല. നമുക്ക് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു വിവരവും മീഡിയക്ക് കിട്ടിയിട്ടില്ല, നമുക്കൊന്നും അറിയില്ല. അതെ, ഇതെല്ലാം അല്ലാതെ കിട്ടുന്ന ഇൻഫർമേഷനുകളാണ്. ഹോസ്പിറ്റലിൽ നിന്ന് അബോർഷൻ ചെയ്യുമ്പോൾ ബാക്കി വരുന്ന ഭ്രൂണം, അതായത് നമ്മൾ കട്ട് ചെയ്താണ് റിമൂവ് ചെയ്യുന്നത്, ഇത് നമ്മുടെ കയ്യിലേക്കാണ് തരുന്നത്. 4-5 മാസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ 3 മാസത്തൊക്കെ ആണെങ്കിൽ ഒരു ചെറിയൊരു സാധനമായിരിക്കും, അത് തിരിച്ചൊരു കവറിലാക്കി തരും. അത് എന്ത് തന്നെയാണ്, നമ്മളൊരു ട്യൂമറിന്റെ ഓപ്പറേഷൻ ചെയ്താലും ഒരു ഗ്രോത്തിന്റെ ഓപ്പറേഷൻ ചെയ്താലും ആ സാധനം നമ്മളെ കാണിക്കും, വേണമെങ്കിൽ നമുക്കത് കൊണ്ടുവരാം. അപ്പോൾ ഇത്തരത്തിൽ തന്നെ പറ്റിച്ചു വഞ്ചിച്ചു എന്ന സിറ്റുവേഷനിൽ അബോർഷനിലൂടെ കടന്നുപോയൊരു പെൺകുട്ടി അതെടുത്ത് സൂക്ഷിച്ചു വെച്ചതിൽ തെറ്റ് പറയാൻ എങ്ങനെയാണ് കഴിയുക? ഒരു പ്രാധാന്യമുള്ള ഒരു വിഷയമാകുമ്പോഴാണ് നമുക്കിവിടെ ആ ഒരു മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ആ ഒരു സമയത്ത് താൻ തോറ്റുപോയി, അല്ലെങ്കിൽ തനിക്ക് മുൻപിൽ ഇനി എന്ത് എന്നുള്ളൊരു മാനസികാവസ്ഥയും അതിനപ്പുറത്തേക്ക് പ്രതികാര ബുദ്ധിയേക്കാൾ അതിന് തൊട്ടുമുകളിൽ നിൽക്കുന്നത് ഇമോഷണലി ഡൗൺ ആയിട്ടുള്ള ഒരു സാഹചര്യമായിരിക്കും. ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന്. പക്ഷെ അതിവിടെ കൊണ്ടുവന്ന് ഈ ഒരു വാർത്ത ഇത്രത്തോളം കത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഭ്രൂണം സൂക്ഷിച്ചു വെച്ചെന്ന് പറയുമ്പോൾ രാഹുലിനെ അനുകൂലിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇന്ന് സമൂഹത്തിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമുക്ക് ഒരിക്കലും അതിനെ തള്ളിക്കളയാൻ സാധിക്കില്ല. അങ്ങനെയുള്ളവർക്ക് ഒരു ലൂപ്പ് ഹോൾ ആയിട്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഒരു അവസരമായിട്ടല്ലേ ഇപ്പോൾ ഈ പുറത്തു വന്ന വാർത്ത. കാരണം രാഹുൽ SITക്ക് നൽകിയ മൊഴിയിൽ രാഹുൽ പറയുന്നുണ്ട് ഈ പറയുന്നത് പോലെ ഉഭയസമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധമായിരുന്നു എന്നുള്ളത്. ഇതിനു മുൻപ് 2 തവണയും രാഹുലിനെ ഊരിയത് ഇതേ വാചകമായിരുന്നു. അതുകൊണ്ട് തന്നെ മൂന്നാമത് പയറ്റാനുള്ള ഒരു തന്ത്രം ആക്കി രാഹുൽ അത് ഉപയോഗിച്ചു എന്നാണ് കാണാനായിട്ട്. പക്ഷേ അതിനാക്കം കൂട്ടുന്ന രീതിയിലല്ലേ ഇന്നിപ്പോൾ ഈ ഒരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഭ്രൂണം സൂക്ഷിച്ചു വെച്ചിരുന്നത് എന്തിന് എന്നുള്ള ചോദ്യത്തിൽ വരുന്നത്? നോക്കൂ ഹർഷ, മുൻപത്തെ ഒരു പരാതി വന്നപ്പോൾ, ആദ്യത്തെ പെൺകുട്ടിയെ കൊണ്ട് ഗർഭചിത്രം ചെയ്യിപ്പിച്ചു എന്നുള്ള പരാതി വന്നപ്പോൾ നമ്മുടെ മെൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് വട്ടിയൂർക്കാവ് അജിത്ത് അടക്കമുള്ള ഈ മെൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞ് വാദിക്കുന്ന പല രാഹുൽ മാങ്കൂട്ടം അനുകൂലികളുണ്ടല്ലോ, ഇവരെല്ലാവരും ചോദിച്ച കാര്യമാണ് തെളിവെവിടെ? ആ പെൺകുട്ടിയുടെ വയറ്റിലുണ്ടായിരുന്ന കുട്ടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആണ് എന്നതിനെ കുറിച്ചുള്ള തെളിവ് എന്താണെന്നാണ് ചോദിച്ചത്. കാരണം ആ കുട്ടി ഇപ്പൊ വിവാഹിതയായിരുന്നു, ആ പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടാവില്ലേ, ആ കുട്ടി ആയിരിക്കില്ലേ ഇത് എന്നുള്ള ചോദ്യമുണ്ടായിരുന്നു. പക്ഷെ ഈ പെൺകുട്ടി ഒരു കൃത്യമായ ഒരു തെളിവുമായി വരുമ്പോൾ ചോദിക്കുകയാണ് എന്തിന് തെളിവ് സൂക്ഷിച്ചു എന്ന്. ഇതിൽ തന്നെ ആ വിരോധാഭാസമില്ലേ? ആ പെൺകുട്ടി ആ സാധനം സൂക്ഷിച്ചു. ഞാൻ എന്റെ ഒരു ഇതിൽ പറഞ്ഞ ഗർഭിണിയാണെന്ന് അറിയിക്കുമ്പോൾ ബ്ലോക്ക് ചെയ്ത, പറ്റിച്ചു പോയി എന്ന് മനസ്സിലാക്കിയ പോയിന്റിൽ ആ പെൺകുട്ടിക്ക് തിരിച്ചറിവുണ്ടാവുകയാണ്. ആ പെൺകുട്ടി വളരെ ബോൾഡ് ആയ ഒരു ഡിസിഷൻ എടുക്കുകയാണ്. ആ തെളിവ് അവള് കയ്യിൽ സൂക്ഷിക്കുകയാണ്. അപ്പോൾ അതൊരു പ്ലാൻഡ് ആയ ഒരു രീതിയിലേക്ക് മാറുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിനെ തിരിച്ചു ചിന്തിക്കാം. ഈ ഗർഭിണിയാക്കുക എന്നുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്ലാനിനെതിരെയുള്ള ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണ് ആ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന് ഞാൻ പറയും. അങ്ങനെയാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ വൈകിപ്പോയി എന്ന് പറയേണ്ടി വരും. കാരണം ഒരുപക്ഷെ പ്രഗ്നന്റ് ആവാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തി ആയിരുന്നുവെങ്കിൽ അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം മാസങ്ങൾക്ക് ശേഷം അതിനെ അബോർട്ട് ചെയ്തിട്ട് ആ ഭ്രൂണം എടുത്ത് സൂക്ഷിച്ചു വെക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു സ്ത്രീ, അല്ലെങ്കിൽ ഈ പറഞ്ഞ അതിജീവിത എന്ന് പറയുന്ന അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ കുട്ടി ഈ സെക്ഷൽ റിലേഷൻഷിപ്പിന്റെ സമയത്ത് ആ കുട്ടി പറയുന്നുണ്ട് ഓവുലേഷൻ ടൈമാണ്, ഇങ്ങനെ പ്രഗ്നന്റ് ആവാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ അദ്ദേഹം എന്താണ് പറയുന്നത്? കുഴപ്പമില്ല, എനിക്ക് നിന്റെ ഒരു കുഞ്ഞിനെ വേണം എന്നാണ് പറയുന്നത്. അപ്പൊ എന്തിന്റെ പുറത്തായിരിക്കും അപ്പോൾ ആ കുട്ടി അതിനെ സമ്മതിക്കുന്നത്? ഞാൻ പ്രണയിക്കുന്ന രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തിക്ക് ഞാനുമായി ഒരു കുഞ്ഞുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു, അദ്ദേഹത്തിന് അത് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന്റെ അടുത്ത ദിവസം ആ കുട്ടി പോയി IPL കഴിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കാനോ ചിന്തിക്കുമോ? ആ കുട്ടി പ്രഗ്നന്റ് ആണെന്ന് അറിയിക്കാൻ വിളിക്കുന്ന ഫോൺ കോളിലാണ് ആ കുട്ടി അറിയുന്നത് രാഹുൽ പറ്റിച്ചു വഞ്ചിച്ചു, എന്നെ വഞ്ചിക്കുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ പ്രഗ്നന്റ് ആണെന്ന് അറിയിക്കാൻ വിളിച്ച സമയത്താണ് ഇത് അറിഞ്ഞ രാഹുലിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് പെൺകുട്ടി അറിഞ്ഞത് എന്ന് പറയുന്നു. പക്ഷേ
അപ്പോൾ രണ്ടാമത് വീണ്ടും രാഹുൽ ഇതുപോലെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി പോയിരുന്നില്ല, ഒഴിഞ്ഞു മാറി എന്ന് പറയുന്നുണ്ട്. അതെന്തിനായിരിക്കും? സാഹചര്യം കൊണ്ടാണ് എന്ന് വാദിക്കുമോ, അതും ഇത്തരത്തിലൊരു സംശയം തോന്നിയത് കൊണ്ട്, ആദ്യത്തെ തവണ ലൈംഗികാതിക്രമം വളരെയധികം ബ്രൂട്ടലായ ഒരു സെക്സ് ആയതുകൊണ്ട് താല്പര്യമില്ലാത്തത് കൊണ്ടായിരിക്കും? ആ കുട്ടി പോയില്ല എന്നല്ലേ ഹർഷ? അതെ, രണ്ടാമത് പോയില്ല. രണ്ടാമത് ഈ പറയുന്ന ആദ്യം പ്രഗ്നന്റ് ആണ് എന്ന് അറിഞ്ഞു, മേഘ പറഞ്ഞല്ലോ പ്രഗ്നന്റ് ആണ് എന്ന് അറിഞ്ഞ സമയത്താണ് രാഹുലിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് പെൺകുട്ടി അറിഞ്ഞത്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഇതിനൊക്കെ മുൻപ് തന്നെ, ഈ ഒരു പ്രഗ്നന്റ് ആണെന്ന് അറിയുന്നതിന് മുൻപ് തന്നെ രണ്ടാമതും വീണ്ടും ഇതുപോലെ രാഹുൽ മീറ്റ് ചെയ്യണമെന്നുള്ള ആവശ്യം പറഞ്ഞിരുന്നുവെന്നും, പക്ഷേ പെൺകുട്ടി ആ ഒരു സമയത്ത് വിസമ്മതിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പൊ അങ്ങനെ ഒരു വിസമ്മതത്തിന് കാരണം എന്തായിരിക്കും? ഇപ്പൊ ആ കുട്ടി ആ റൂമിലേക്ക് കടന്നു ചെന്ന് ഒരു ഹോട്ടൽ റൂമിലേക്ക് വരാൻ വേണ്ടി ആ കുട്ടിയോട് ആവശ്യപ്പെടുന്നു. അവൾ ആ റൂം കടന്നകത്ത് കയറുമ്പോഴേക്കും ഒരു ചോദ്യമോ പറച്ചിലോ അനുവാദം ചോദിക്കലോ ഒന്നുമില്ലാതെ ആ കുട്ടിയെ കയറി പിടിക്കുകയും അതിക്രമം കാണിക്കുകയും ചെയ്യുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ ഈ മലയാളി കുടുംബങ്ങളിലോ ഇന്ത്യൻ കുടുംബങ്ങളിലോ ഗാർഹിക പീഡനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എന്തുകൊണ്ട് അവർ പുറത്തു വരുന്നില്ല എന്നൊരു ചോദ്യമില്ലേ? അതിലൊരു സ്നേഹത്തിന്റെ ഫാക്ടറുണ്ട്. അവർ നമ്മളെ തല്ലിയാലും നമ്മളെ ഉപദ്രവിച്ചാലും നമ്മളെ എത്ര അധിക്ഷേപിച്ചാലും മനുഷ്യരുടെ മുന്നിൽ നമ്മളെ നാണം കെടുത്തിയാലും ആ ബന്ധത്തിൽ നിന്ന് പുറത്തു പോകുന്നില്ല, ആ ചേട്ടന് ഞാനേ ഉള്ളൂ എന്നുള്ളൊരു ചിന്തയുണ്ടല്ലോ. ആ ചിന്തയുടെ പുറത്ത് ആ സ്നേഹം ബാക്കി നിൽക്കും. ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചു, എന്നെ പറ്റിച്ചു എന്ന് തോന്നിയിട്ടുണ്ടാവും, എന്നെ റൂമിലേക്ക് വിളിച്ച് എന്നെ ശാരീരികമായി ഉപദ്രവിച്ച് മുഖത്ത് തുപ്പി എന്നൊക്കെയാണ് പറയുന്നത്. ആ കുട്ടി അത് പരാതിയായിട്ട് ഉന്നയിക്കണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അതിൽ മാനസികമായി ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാകാം. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ടും ആ വ്യക്തിയോടുള്ള സ്നേഹമുണ്ടല്ലോ, രാഹുൽ എന്ന വ്യക്തിയോടുള്ള സ്നേഹം അങ്ങനെ ആയിരിക്കില്ല, എന്നെ പറ്റിച്ചതായിരിക്കില്ല, എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കില്ല എന്നുള്ള ആദ്യ കുറച്ച് നാളത്തെ തോന്നലില്ലേ? ഈ പ്രണയ ബന്ധങ്ങളിലുണ്ടല്ലോ, ടോക്സിക് ആയിട്ടുള്ള ബന്ധങ്ങളിൽ ടോക്സിക് ആണ്, എൻ്റെ പാർട്ട്ണർ ടോക്സിക് ആണ് എന്ന് തോന്നും. പക്ഷേ അതിൽ നിന്ന് പുറത്തു വരാൻ മടിക്കുന്ന മനുഷ്യരെ കണ്ടിട്ടില്ലേ? ചെയ്യുന്നത് സൂയിസൈഡലാണ് എന്നറിയാം, പോകുന്നത് വലിയ കുഴിയിലേക്കാണെന്ന് ആ പെൺകുട്ടിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. പക്ഷെ അതിൽ നിന്ന് പുറത്തു വരാൻ ബുദ്ധിമുട്ടുന്നത് കണ്ടിട്ടില്ലേ? നാർസിസിസ്റ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകൾ, അതിൽ പുരുഷന്മാരും സ്ത്രീകൾ നാർസിസിസ്റ്റിക് ആണെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരാൻ മടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ട് അതിൽ നിന്ന് പുറത്തു വന്നില്ല, എന്താ വരാത്തത്, എന്താ അന്ന് വരാത്തത് എന്ന് ചോദിക്കുന്നതിനൊന്നും നമ്മുടെ ഇപ്പോഴത്തെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ അതിനൊന്നും പ്രസക്തിയില്ല. അല്ല, ഇപ്പോ രാഹുലിന്റെ ഈ ഒരു കേസ് വന്ന സമയത്ത്, ഇപ്പോഴെന്നല്ല ഇതിനു മുൻപ് കേസ് വന്നപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞ കാര്യമാണ്, ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം എന്നുള്ളതാണ്. ഇപ്പൊ അറസ്റ്റ് ചെയ്യപ്പെട്ടു, ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ വഴി നമുക്കറിയാൻ സാധിക്കും. പക്ഷേ രാഹുൽ ഉപയോഗിക്കുന്ന ആ ഒരു ലൂപ്പ് ഹോൾ, അതായത് ഉഭയസമ്മതത്തോടു കൂടിയാണ് എന്ന് രാഹുൽ പറഞ്ഞു വെക്കുന്നിടത്ത് അത് എത്രത്തോളം ഈ കേസിനെ മുന്നോട്ട് കൊണ്ടുപോകും, അല്ലെങ്കിൽ അതിനെ ഒരു തടയിടാൻ ഏറ്റവും പ്രഗത്ഭനായ ഒരു വക്കീലിനെ കൊണ്ടുവന്ന് വാദിച്ചുകൊണ്ട് ഇതിൽ നിന്നും ഊരിപ്പോകാൻ സാധിക്കും, അതിനുള്ള സാധ്യതകൾ രാഹുൽ തീർച്ചയായിട്ടും നോക്കി കാണുമെന്നുള്ളതാണ്. രാഷ്ട്രീയ ഭാവി നഷ്ടപ്പെട്ടു എന്നതിനേക്കാൾ ഉപരി, അല്ലെങ്കിൽ ജീവിതം പോയി എന്നതിനേക്കാൾ ഉപരി ഇപ്പോൾ രാഹുലിന്റെ മനസ്സിലുള്ളത് ഒരു വാശിയായിരിക്കും. എങ്ങനെയും ഇതിൽ നിന്നും ഊരിപ്പോരണം, അല്ലെങ്കിൽ എങ്ങനെയും ഈ ഒരു കേസിൽ നിന്നും ജാമ്യം കിട്ടി പുറത്തിറങ്ങണം. നേരത്തെ എങ്ങനെയായിരുന്നു ഉയർത്തെഴുന്നേറ്റത് അതുപോലെ ഉയർത്തെഴുന്നേൽക്കണം എന്നുള്ളത്. എന്തായാലും ഇനി വരുന്ന സമയങ്ങളിൽ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്കറിയാം രാഹുൽ പൂർണ്ണമായും ഇനി പുറം ലോകം കാണാത്ത രീതിയിൽ ഈ പറയുന്നത് പോലെ ജയിലറകൾക്കുള്ളിൽ രാഷ്ട്രീയ ജീവിതമൊക്കെ അവസാനിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് രാഹുൽ എത്താനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ 3ാമത്തെ പരാതിയും വന്ന സ്ഥിതിക്ക് ഇനി ഒരു 4ാമത്തെ പരാതിയോ 40ാമത്തെ പരാതിയോ ഉണ്ടാകില്ല, നമുക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല. ചിലപ്പോൾ ഇത് രാഹുൽ മാങ്കൂട്ടം എന്ന ഏറയുടെ അവസാനമായിരിക്കാം.